ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ മോനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ വാങ്ങിച്ച ഒരു പുതിയ ഫോണായിരുന്നു. ഓൾറെഡി അൺബോക്സിങ് ചെയ്തതാണ്, എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് അൺബോക്സിങ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് കുഞ്ഞ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹുദൈഫ്. അപ്പോൾ ഈ ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. xiaomi അടുത്തിടെ പുറത്തിറക്കിയ പോക്കോ F1 എന്ന സ്മാർട്ട് ഫോണാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 845 സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഡുവൽ ക്യാമറ സപ്പോർട്ടുണ്ട്. ഇതിൽ 12 MP റിയർ ക്യാമറയും പിന്നെ 5 MP ഡെപ്ത് ക്യാമറയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 8GB 256GB ഇൻറ്റർണൽ സ്റ്റോറേജുള്ള ഡിവൈസാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് വരുന്നത്. പോക്കോ ബൈ xiaomi എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് സൈഡിൽ പോക്കോ F1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നൈസായിട്ട് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതിനെ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ഡിവൈസ് വരുന്നുണ്ട്. പിന്നെ ഒരു കേസാണ് നമുക്ക് കാണാൻ സാധിക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ് നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയേക്കാം. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നൈസായിട്ട് കവറിലൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ കാണാൻ സാധിക്കുക. പിന്നെ 2 വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലും നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. പിന്നെ ബോക്സിൽ എന്ന് പറയുന്നത് പിന്നെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്റർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടായ അഡാപ്റ്ററാണ്. ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ അതിന് കൊടുത്താൻ പറ്റിയ USB കേബിളും നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഇത് USB-C പോർട്ട് ചാർജറാണ്. അതായത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചാർജ് ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.18 ഇഞ്ചാണ്. പിന്നെ ഇത് ഒരു LCD ഡിസ്പ്ലേ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാനൊക്കെ സെറ്റാക്കി വെച്ചതാണ്. ഓക്കെ, ഇതിൽ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുമ്പോൾ 256GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത്. നല്ലൊരു മെമ്മറിയാണ്. പിന്നെ 8GB റാമും ഉണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺസും പിന്നെ പവർ ബട്ടണുമാണ് കാണാൻ സാധിക്കുക. പിന്നെ താഴെ സ്പീക്കർ ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒരു C പോർട്ടും ഉണ്ട്. നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ C പോർട്ടും ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ സിം ട്രേ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുള്ളത്. 3.5 mm ജാക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിൽ ഇവിടെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡുവൽ ക്യാമറ. 12 MP പിന്നെ 5 MP ഡെപ്ത് സെൻസറുള്ള ക്യാമറയാണിത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറും ഉണ്ട്. പിന്നെ ഡുവൽ ഫ്ലാഷ് ലൈറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ താഴെ അവിടെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പോക്കോ ബൈ xiaomi എന്നൊക്കെ. അപ്പോൾ ഈ ഡിവൈസ് ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിന്നാണ്. ആമസോണിൽ 22,000 രൂപക്കാണ് ഈ ഡിവൈസ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫറൊക്കെ വരുന്നതുകൊണ്ട്
വീല് കുറഞ്ഞിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്മൂത്താണ്. ഇതിൽ കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ആപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് ആ ഉപകാരമുള്ളതാണെങ്കിൽ അവിടെ തന്നെ വെക്കാം. പിന്നെ ഇവിടെ നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ് കേട്ടോ, അതാണ് എടുത്ത് പറയേണ്ടത്. സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് വെച്ചാൽ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ഇതിപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല ഹീറ്റ് ആവുകയാണെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് അവിടെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂളായി കിട്ടും. അതിനാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഹീറ്റായിരിക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് കൂള് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിഡിലൻ FPS ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ഡിവൈസിൽ തന്നെ ഇത് ക്ലീൻ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ക്ലീൻ മാസ്റ്റർ പോലത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോക്കോയിൽ തന്നെ അതിനുള്ള എല്ലാ ഫീച്ചറും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, പിന്നെ മൊബൈൽ ഫുള്ള് റീസ്റ്റാർട്ട് ആക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോക്കോ F1ൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാനായി അതിന് തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.